ഓക്കെ അല്ലേ? അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ചെല്ലാന വ്ളോഗ്. ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ കൂടോത്രം അൺബോക്സിങ് വീഡിയോ ആണ്. കിട്ടിയ സാധനം കേട്ടോ. അപ്പൊ നമ്മത് എന്താ പറയാ, നമ്മുടെ പൈപ്പ് ഇവിടെ വന്നോണ്ടിരുന്നത്. അപ്പൊ ഇവിടെ നിന്ന് നമ്മ എന്താ പറയാ സാധാരണ ഓസിറ്റ് എടുത്തോണ്ടിരുന്നു. അപ്പൊ ഇവിടെ കൂടി നമ്മ അങ്ങോട്ടേക്ക് മാറ്റി. അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മ ഇവിടെ കൂടി ഇങ്ങനെ പാറക്ക് കുഴിയെടുത്ത സമയത്ത് നമ്മളെ വീടിന്റെ നടുമുറ്റത്ത് നിന്ന് കിട്ടിയ സാധനം അല്ലെ, ഇങ്ങോട്ട് മാറിയിട്ട് കിട്ടിയ സാധനം ഇത്. അപ്പൊ ഇത് എന്ത് സാധനമാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒന്ന് കാണിച്ചു കൊടുക്കാല്ലേ? ഇറങ്ങിയില്ലേ നീ ഇങ്ങനെ കയറി കാണിച്ചു തരാം. ഇതിനകത്ത് എന്താന്ന് ഞാൻ കാണിച്ചു തരാം. കാണിച്ചു കൊടുക്കണ്ട. ഇത് കണ്ടതേ, ഇത് ഇതുപോലത്തൊരു തകിടിന്റെ ഒരു ഇതാ. കുപ്പിയൊക്കെ ഞങ്ങൾ മാറ്റി കേട്ടോ. പൊട്ടിച്ച്. അത് കണ്ട, ഇതിനകത്ത് എന്തോ അറബിയില് ഇങ്ങനെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. എന്താ സംഭവം എന്ന് നമുക്കറിയത്തില്ല. അപ്പൊ ആരായാലും നമുക്ക് നല്ലത് വരാൻ വേണ്ടിയിട്ടൊന്നും അല്ലല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നത്. നമുക്കിടെ എന്തോ മനഃപൂർവ്വം ഒരു പണി വരാൻ വേണ്ടിട്ട് തന്നെ ചെയ്താ അല്ലേ? ഞങ്ങളിവിടെ താമസിക്കണം വർഷങ്ങൾ 10-30 വർഷം കഴിഞ്ഞ് ഞങ്ങളിവിടെ താമസിക്കണം. ഇതുവരെ ഞങ്ങളുടെ മുറ്റത്ത് കയറി ആരും ഇങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഇപ്പം ആരെങ്കിലും ഇങ്ങനെ കയറി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ചെയ്തവരോട് ദൈവം ചോദിക്കും. എനിക്കതേ പറയാറുള്ളത്. ഞങ്ങൾ പണിയെടുക്കണ കാശ് ഇതിനായിട്ട് 1 രൂപ ആർക്കും ഇങ്ങനെ ദോഷം വരാൻ വേണ്ടിക്കൊണ്ട് 1 രൂപ പോലും തലക്കുഴിഞ്ഞുകൊണ്ട് ഒരു നേർച്ചപ്പെട്ടിയിൽ ഞങ്ങൾ ഇടിയുമില്ല. ഒരു നേർച്ച പോലും നേടിയല്ല. ഇത് ചെയ്തവർക്ക് നല്ലത് വരുത്തണേന്ന് മാത്രമേ ദൈവത്തിനോട് പ്രാർത്ഥിക്കൂ. എല്ലാവർക്കും ഇനി ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ഒരു വഴി തെളിഞ്ഞിട്ടുള്ളൂ. കിട്ടട്ടെ, ചെയ്യട്ടെ. എങ്കിലും 1 രൂപ മുടക്കിയല്ല ഇതിന്റെ പേരിൽ. അതിനുള്ള കാശ് ഞങ്ങളുടെ കയ്യിലില്ല. കാര്യം 1 രൂപയുടെ വില എന്താണെന്ന് നല്ല ശരിക്ക് ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞവരാ. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യത്തിന് 1 രൂപ ആർക്ക് വേണ്ടിയും ഞങ്ങൾ മുടക്കിയത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു. അപ്പൊ ഇതാണ് നമുക്കിട്ട് തന്ന ഒരു 8ന്റെ പണി. ആരായാലും നമുക്ക് തന്നതാണ്. അപ്പൊ എന്തായാലും നമ്മുടെ കയ്യിൽ തന്നെ സാധനം കിട്ടിയിട്ടുണ്ട്. നമ്മുടെ മുറ്റത്ത് നിന്ന് കിട്ടിയതാണ്. എന്നാലും ഇത്രേ ഉള്ളു. ചെയ്താൽ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരുപാട് ഉപകാരമുണ്ട്. കുറെ കഴിഞ്ഞ വർഷം നമ്മ എന്തായാലും ഒരുപാട് അനുഭവിച്ചായിരുന്നു. എന്തായാലും അനുഭവിക്കാനുള്ളതിനപ്പുറം ഞങ്ങൾ അനുഭവിച്ചിട്ട് നിൽക്കുന്ന ആൾക്കാർ. അതുകൊണ്ടായിരിക്കാം ഞാനും എൻ്റെ മക്കളും ആസ്പത്രിയിൽ നിന്ന് മാറാൻ ഞങ്ങൾക്ക് സമയം കിട്ടിയിട്ടില്ല. ഈ നിൽക്കണ കുഞ്ഞു കൊച്ചാണെങ്കിൽ എപ്പോഴും അസുഖമാണ്. കഴിഞ്ഞ വർഷത്തെ ഓണമൊക്കെ ഞങ്ങൾക്ക് ശരിക്കും എന്താന്ന്, ഓണം ക്രിസ്മസ് ഒക്കെ ഞങ്ങൾക്ക് ഇല്ലായിരുന്നെന്ന് തന്നെ പറയാം. ഞങ്ങളുടെ മകളുടെ ബർത്ത്ഡേ പോലും, ഞങ്ങളുടെ കൊച്ചിൻ്റെ ബർത്ത്ഡേക്ക് പോലും ഞങ്ങൾക്ക് അത്രയും അറാൻ പറ്റിയ ഒരു സമയമായിരുന്നത്. എന്തായാലും 3-4 മാസം എൻ്റെ മകന് ശമ്പളം കിട്ടിയില്ല. അവന് മാത്രമല്ല, അവൻ്റെ കൂട്ടത്തിൽ ജോലി ചെയ്ത ആർക്കും. എങ്കിലും അതേപോലെയുള്ള ബുദ്ധിമുട്ട് മറ്റുള്ളവർ അനുഭവിച്ചിട്ടുണ്ടെന്നറിയില്ല. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളു. അപ്പൊ എന്തായാലും ഓക്കെ, നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം. ഓക്കെ.